അലസരുടെ ഒരു കൂട്ടം തർക്കിച്ചും വാദിച്ചും തളർന്നുപോയി. കേട്ടു കുറച്ചൊക്കെ. അവരെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കണമെന്ന് മഹാരാജാവ് സ്വകാര്യം പറഞ്ഞു. കർക്കശനാവാൻ അദ്ദേഹത്തിന് ഒരിക്കലും കഴിയില്ല. ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. നല്ല ചേർച്ച. അയ്യോ, ഞാൻ എന്തോ ഓർത്ത് അറിയാതെ. രാജകുമാരി ക്ഷമിക്കണം. മന്ത്രി വളരെ ചെറുപ്പമാണെങ്കിലും അസാമാന്യമായ വിവേകം, നയം. ആശ്വാസമായി. എൻ്റെ കാലശേഷവും ഈ രാജ്യം ശ്രേയസ്സോടെ നിലനിൽക്കും. രാജകുടുംബവും അനുയോജ്യനായ വരനു വേണ്ടിയുള്ള അന്വേഷണവും അവസാനിപ്പിക്കാം. ശരിയാണ്. അനുയോജ്യൻ, അനുഗുണൻ, അനുരൂപൻ. അതും ഒന്ന് സൂചിപ്പിച്ചാൽ. ഭരണപരിഷ്കാരങ്ങൾ മുഴുവൻ നടപ്പിൽ വരുത്തി കഴിയട്ടെ. ഇപ്പോഴേ തിരക്ക് കൂട്ടുന്നത് ശരിയല്ലല്ലോ. ചാരന്മാർ തിരിച്ചെത്തിയോ? ചൂതാട്ട സ്ഥലത്തും മദ്യശാലകളിലും കയറിയിറങ്ങിയ ഒരു ധൂർത്തൻ മൻസൂറിനെ പറ്റി ആളുകൾക്കറിയാം. കണ്ടുപിടിച്ചില്ലേ? ആ കൊള്ളരുതാത്തവൻ എവിടാണെന്ന് ആർക്കും വിവരമില്ല. ചാരവൃത്തിയിൽ പരിചയമുള്ളവരൊന്നും അല്ല ഞാൻ അയച്ചവർ. പരിചയം നേടണം. ചാരന്മാർ ഭരണാധികാരിയുടെ സ്വകാര്യ കണ്ണുകളാണ്. ആ തള്ള മഹാസൂത്രക്കാരി. പക്ഷേ ഒടുവിൽ നമുക്ക് പിടികിട്ടി. കൊണ്ടുവരൂ. എന്നെ തട്ടിക്കൊണ്ട് വന്നതറിഞ്ഞാൽ സുൽത്താന്റെ പട്ടാളം ഈ തവണ രാജ്യം പണം കോരും. ചെറുക്കനെ കട്ടടിക്കാൻ പറ. തള്ളേ നാവരീന് അത് ഞങ്ങളുടെ മഹാമന്ത്രിയാ. വിചാരണ മഹാരാജാവിന്റെ മുമ്പിലാവട്ടെ. എവിടെയാ വിചാരണ? ഇതേതാ രാജ്യം? വിചാരണയിൽ ഇതും കൂടി ഇരുന്നോട്ടണം.